ഹായ് എവരിവൺ, ഞാൻ ഖസാക്ക് ബെഞ്ചാലി. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിന് വളരെ ശക്തമായി സഹായിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഒരു കൗൺസിലിങ്ങിന് ഒരു പെൺകുട്ടി, ഒന്നല്ല ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ട് എന്നോട് പറയാറുണ്ട്, സാറേ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ബെഡ്റൂമിലേക്ക് പോകാൻ പേടിയാണ്, ശരിക്കും രാത്രിയാകുന്നത് എനിക്ക് പേടിയാണ്, ഭയങ്കരമായിട്ടുള്ള പേടിയും നിരാശയും ഒക്കെയാണ് പലപ്പോഴും എനിക്ക് വരുന്നത്. ഇതെല്ലാവരുടെയും കേസല്ല, വളരെ കുറച്ചായിട്ടുള്ള റയറായിട്ടുള്ള പലരും പങ്കുവെക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? മറ്റൊന്നുമല്ല സാറേ, സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഞാനൊക്കെ കേട്ടറിഞ്ഞിട്ടുള്ളത് അത് ആസ്വാദ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശാരീരികമായിട്ടുള്ള ഒത്തുചേരലാണെന്നെങ്കിൽ എൻ്റെ വളരെ ഭീകരമായിട്ടുള്ളൊരു സെക്സാണ് എനിക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. എന്നെ അടിക്കുക, എന്നെ കടിക്കുക, വേദനയാക്കുക, അതുപോലെ തന്നെ എൻ്റെ പ്രകൃതി വിരുദ്ധമായ രീതിയിൽ സെക്സ് ചെയ്യാൻ ശ്രമിക്കുക, അതെനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പേടി വരികയാണ്. പലപ്പോഴും വേദനയും പെയിനും രക്തവും ഒക്കെ വരുന്ന രീതിയിലേക്ക് ഭീകരമായിട്ടുള്ള സെക്സ് ഞാൻ കീഴ്പ്പെട്ടു പോകാറുണ്ട്. എന്താണ് എനിക്കിതെന്ന് അറിയില്ല. എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നോക്കാറുണ്ട്. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലൈംഗികതയെക്കുറിച്ചുള്ള ശരിയായ വിദ്യാഭ്യാസം ഇന്നും പലർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പലർക്കും ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പലരും ലൈംഗിക വിദ്യാഭ്യാസത്തിനുള്ള ഒരു പരിഹാര മാർഗമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആയിട്ട് കാണുന്നത് പോൺ വീഡിയോസും അതുപോലെ തന്നെ കൊച്ചു പുസ്തകങ്ങളുമാണ്, സെക്സ് പുസ്തകങ്ങളുമാണ്, സെക്സ് ബുക്കുകളുമാണ് ഇത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് അല്ലെങ്കിൽ സെക്സിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു മാർഗമായിട്ട് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോൺ വീഡിയോയിൽ ഒരു അഭിനയത്തിൻ്റെ ഭാഗമായിട്ട് പണം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് ക്യാമറകൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് മറ്റും ചെയ്യുന്ന അവരുടെ വികൃതികളും അതുപോലെ തന്നെ അവരുടെ ഭീകരമായിട്ടുള്ള താണ്ഡവങ്ങളും എല്ലാമാണ് യഥാർത്ഥത്തിൽ സെക്സ്. അല്ലെങ്കിൽ പെണ്ണിൻ്റെ മേലിൽ ആധിപത്യം നേടലാണ് സെക്സ്, കരുത്ത് തെളിയിക്കലാണ് സെക്സ്, അവരെ കീഴ്പ്പെടുത്തലാണ് സെക്സ് എന്ന് ഏതൊക്കെയോ സമയത്ത് എവിടെ നിന്നൊക്കെയോ പല ചെറുപ്പക്കാരും അല്ലെങ്കിൽ പല പുരുഷന്മാരും ധരിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സൂചകമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ പ്രധാന കാരണമായിട്ട് പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് ഇതൊരു പുരുഷന്മാരോടും കൂടിയുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും എന്തുകൊണ്ടാണ് പുരുഷന്മാരോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളുടെ മൃഗീയമായിട്ടുള്ള ആക്രമണമോ ആധിപത്യമോ അല്ലെങ്കിൽ നേരിട്ട് കൊണ്ട് പുരുഷന്മാരാരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല, വന്നിരിക്കുന്ന മുഴുവൻ സ്ത്രീകളാണ്. പുരുഷന്മാരുടെ ഈ തരത്തിലുള്ള ശാരീരിക പീഡനവും സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ശരിക്കിത് എവിടെയാണിത് പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സെക്സിൻ്റെ റെഫറൻസ് ബുക്കായിട്ട് പോൺ വീഡിയോസിനെ കാണാതിരിക്കുക എന്നുള്ളത്. പോൺ വീഡിയോയിലുള്ളത് റിയൽ സെക്സ് അല്ല, മറിച്ച് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഐക്യത്തോടെ, സ്നേഹത്തോടെ, പ്രണയത്തോടെ, റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഉള്ളൊരു ശാരീരിക വികാര പ്രകടനമാണ് സെക്സ്. അത് ഇണയുടെ ഇഷ്ടം ചോദിച്ച് മനസ്സിലാക്കി, പലർക്കും അത് പറയാൻ മടിയുണ്ടാകും, അത് നമ്മൾ ഗ്രഹിച്ചെടുത്ത് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവരുടെ താല്പര്യമില്ലായ്മകൾ എന്താണോ അത് മനസ്സിലാക്കി അതിന് നിർബന്ധിക്കാതെ പരസ്പരം ഇഷ്ടങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള വികാര പ്രകടനമാണ്, ശാരീരികമായിട്ടുള്ള ഒത്തുചേരലാണ് സെക്സ്. പോൺ വീഡിയോസിലൊക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന അനൽ സെക്സ് പോലുള്ള സെക്സ് ഒരിക്കലും തന്നെ റെക്കമെൻഡ് ചെയ്യപ്പെടാൻ കഴിയുന്നതല്ല. പലർക്കും ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് താല്പര്യമുണ്ടാകാമെങ്കിലും സാധാരണ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ എല്ലാവരും ഭയപ്പെടുകയും താല്പര്യമില്ലാത്ത ഒന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള സെക്സ്. അതുകൊണ്ട് തന്നെ ദമ്പതികൾക്കിടയിൽ ആരോഗ്യകരമായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം ഉണ്ടാക്കുക. ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഇണയുടെ ഇഷ്ടം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഭീകരമായിട്ട് കയറി നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ശരീരമിടുക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ആക്രമണോത്സുകതയും കാണിച്ചുകൊണ്ട് ആധിപത്യം സ്ഥാപിക്കുന്നതിലൂടെ മനസ്സിൽ ഏതെങ്കിലും പെണ്ണിൻ്റെ മേൽ നിങ്ങളുടെ ഭാര്യയുടെ മനസ്സിൽ ഇടം നേടാം, നിങ്ങളൊരു വലിയൊരു സംഭവമായിട്ട് മാറുമെന്ന് ഏതെങ്കിലും ധാരണ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ മനസ്സിലേക്ക് കയറേണ്ടത് ഭീകരരൂപിയായിട്ടല്ല, സ്നേഹിക്കുന്ന പ്രണയിക്കുന്ന ഇണയായിട്ടാണ്. അതിന് നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ആദ്യം സ്ത്രീയുടെ താല്പര്യം മനസ്സിലാക്കണം, യഥാർത്ഥ സെക്സ് എന്താണെന്ന് മനസ്സിലാക്കണം, നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യാൻ പരിശ്രമിക്കൂ. ആദ്യം നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോൺ വീഡിയോയിലെയും
സെക്സ് പുസ്തകങ്ങളിലെയും ലഭിച്ചിരിക്കുന്ന മുഴുവൻ അറിവുകളെയും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. അത് തെറ്റാണ്, കംപ്ലീറ്റ്ലി റോങ് ആണ്. നിങ്ങൾ സെക്സിനെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ കഴിയുന്ന ധാരാളം യൂട്യൂബ് ട്യൂട്ടോറിയലുകളും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്. ആരോഗ്യകരമായിട്ടുള്ള സെക്സിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളും നല്ല അറിവുകൾ തരുന്ന ധാരാളം മാഗസിൻസ് എല്ലാം ലഭിക്കുന്നതാണ്. അതിലൊക്കെ പഠിച്ചുകൊണ്ടും അതിന് അത്രയും വലിയ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പ്രകൃതിപരമായിട്ട് ഓരോ മനുഷ്യനും ഇത്തരം കാര്യങ്ങൾ പകർന്നു വെക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇണയുടെ താല്പര്യം മനസ്സിലാക്കുക. സെക്സിന് മുൻപ് നിങ്ങൾ പ്രണയപൂർവ്വം സംസാരിക്കാൻ സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ ഫോർപ്ലേസിന് കുറേ സമയം കണ്ടെത്തുക. നേരെ ചെന്നിട്ട് ക്ലൈമാക്സിലേക്ക് കയറുകയല്ല. ഫോർപ്ലേസ് ഒക്കെ ചെയ്ത് ഇണയെ പരസ്പരം രണ്ടുപേരും അതിന് മാനസികമായും ശാരീരികമായും തയ്യാറായിട്ട്, പ്രത്യേകിച്ചും സ്ത്രീയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് ഫോർപ്ലേ ഒക്കെ ചെയ്ത് അവളെ ശാരീരികമായിട്ടും കൂടെ അതിന് തയ്യാറാക്കുക. അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഇഷ്ടമുള്ള രീതിയിൽ പരസ്പരം ഇഷ്ടങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ഒന്നാണ് സെക്സ്. നിങ്ങളുടെ ആധിപത്യം കാണിക്കാനുള്ള ഗുസ്തി സ്ഥലമല്ല ബെഡ്റൂമും ബെഡും എന്ന് മനസ്സിലാക്കുക. അത് അങ്ങനെ അത്തരത്തിലുള്ള തെറ്റായ ധാരണകൾ ഒഴിവാക്കി ആരോഗ്യകരമായ സെക്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തെ, ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. അതിന് കഴിയട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു.